തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, വേൾഡ് ക്ലാസിക് സ്റ്റോറീസിൽ ഒന്നാണ് ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ കഥ. അതിനൊരു രണ്ടാം ഭാഗം ഉണ്ടായാലോ? ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്ന് മാറ്റമുണ്ടായി പിതാവിൻ്റെ ഭവനത്തിൽ തിരിച്ചു വരുന്നു. പിതാവ് വലിയ ആഘോഷത്തോടെ സ്വീകരിക്കുന്നു. എല്ലായിടത്തും സന്തോഷം. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരികെ പോയി. പിതാവ് ധൂർത്തപുത്രൻ്റെ ഈ ഇളയ മകൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ മകൻ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിതാവ് ഉടനെ അവനോട് ചോദിക്കുന്നുണ്ട്, മോനെ, നീ എന്താ ഇനിയും സങ്കടപ്പെടുന്നത്? എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഉടനെ മകൻ പറയുന്നു, അപ്പാ, എൻ്റെ സങ്കടത്തിന് കാരണം ഞാൻ അപ്പൻ്റെ അടുത്തുനിന്ന് പോയി സ്വത്തെല്ലാം ധൂർത്തടിച്ചു. ഞാൻ കുറേയൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറേ അധികം പൈസ ഞാൻ മറ്റുള്ളവരെ സഹായിച്ചതാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ ആയപ്പോൾ ഞാൻ സഹായിച്ചവരുടെ അടുത്തെല്ലാം ഞാൻ ചെന്നു. പക്ഷെ അവരാരും എന്നെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെയാണ് ഞാൻ പന്നിക്കൂട് വരെ എത്തിയത്. എൻ്റെ കൂടെ സന്തോഷിക്കാനുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹായം ലഭിച്ച എൻ്റെ പ്രിയപ്പെട്ടവർ, അവരെല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. അത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഉടനെ അപ്പൻ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അവരോട് ആരോടും ഒരു നീരസം വേണ്ട, സങ്കടപ്പെടുകയും വേണ്ട. നീ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ നിൻ്റെ പിന്നാലെ ആളെ അയച്ചിരുന്നു. നീ എവിടെയെല്ലാം ചെല്ലുന്നോ അവരോടെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, നിന്നെ ഒരിക്കലും സഹായിക്കരുതെന്ന്. മകൻ ആശ്ചര്യത്തോടെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അതെന്താ അങ്ങനെ? അവരൊക്കെ നിന്നെ സഹായിച്ചിരുന്നെങ്കിൽ നീ ഇവിടെ വരില്ലായിരുന്നല്ലോ. നീ ഇവിടെ വരാൻ വേണ്ടി ഞാൻ അവരോടെല്ലാം പറഞ്ഞതാണ്, നിന്നെ ഒരിക്കലും സഹായിക്കരുതെന്ന്. മകൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിച്ചവരും നമ്മളുടെ സഹായം കൊണ്ട് വളർന്നവരുമൊക്കെ ചില സമയത്ത് നമ്മുടെ അത്യാവശ്യത്തിൻ്റെ സമയത്ത് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ ഓർക്കണം, അത് അപ്പൻ വിളിച്ചു പറഞ്ഞിട്ടാണ്. കാരണം എന്താ? നമ്മൾ അപ്പൻ്റെ അടുത്ത് വരാൻ. അതുകൊണ്ട് വിഷമഘട്ടങ്ങളിൽ ആരും സഹായിക്കാനില്ല എന്ന് കരുതി കരയണ്ട. അപ്പൻ്റെ അടുത്ത് ചെന്ന് അപ്പനെ കെട്ടിപ്പിടിച്ച് കരയുക. നമ്മളെ ആരും സഹായിക്കാത്തത് അപ്പൻ പറഞ്ഞിട്ടാണ്. കാരണം എന്താണെന്നറിയാമോ? അപ്പന് എപ്പോഴും നമ്മൾ കൂടെ വേണം. എല്ലാവർക്കും നന്ദി.